ശ്രീലങ്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയുടെ മകൻ നമൽ രാജപക്സെ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. സമീപകാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ശ്രീലങ്കയിൽ 38-കാരനായ നമൽ രാജപക്സെയുടെ നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നമൽ. വ്യക്തിപരമായ കാരണങ്ങളാൽ 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് SLPP സ്ഥാനാർത്ഥി MP ധമ്മിക പെരേര പാർട്ടിയെ അറിയിച്ചതിനെ തുടർന്നാണ് 38-കാരനായ നമൽ രാജപക്സെയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പുറത്തുവന്നത്. രാത്രി നടന്ന യോഗത്തിൽ നമൽ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി SLPP ഉന്നത വൃത്തങ്ങൾ പറയുന്നു. വിലക്കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് 2022 നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് പിന്നാലെ അന്നത്തെ പ്രസിഡന്റും നമലിന്റെ അമ്മാവനുമായ ഗോതബയ രാജപക്സെ രാജ്യം വിട്ടിരുന്നു. പിതാവിന്റെ ഭരണകാലത്ത് ശ്രീലങ്കയിലെ കായിക വകുപ്പ് മന്ത്രിയായിരുന്നു നമൽ. സെപ്റ്റംബർ 21-നാണ് ശ്രീലങ്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. പ്രക്ഷോഭത്തെ തുടർന്ന് മറഞ്ഞു നിന്ന രാജപക്സെ കുടുംബം തിരിച്ചുവരവിനൊരുങ്ങുമ്പോൾ തമിഴ് പാർട്ടികൾ പൊതു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ MP പാക്കിസെൽവൻ അരിയനേത്രനെയാണ്. രാജ്യത്തിന്റെ വടക്കും കിഴക്കുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജനമുന്നണിയായ തമിഴ് പീപ്പിൾസ് കോൺഗ്രസ് അസോസിയേഷനും അടങ്ങുന്നതാണ് സഖ്യം. കഴിഞ്ഞ ജൂലൈ പകുതിയോടെയാണ് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന നിലയിലേക്ക് തമിഴ് രാഷ്ട്രീയ പാർട്ടികളും തമിഴ് പീപ്പിൾസ് കോൺഗ്രസ് അസോസിയേഷനും എത്തിയത്. മുൻ MP പാക്കിസെൽവൻ അരിയനേത്ര, അറ്റോർണി KV തവറസ എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിലും ഭൂരിപക്ഷ താൽപര്യപ്രകാരം അരിയനേത്രയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭമായതോടെ 2024 പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ, പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ, ധനമന്ത്രി ബേസിൽ രാജപക്സെ എന്നിവർക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ക്ഷുഭിതരായ ജനക്കൂട്ടം ഒരു MPയെ വധിക്കുകയും 100-ലേറെ നേതാക്കളുടെ വീടുകൾക്ക് തീയിടുകയും ചെയ്തിരുന്നു. കാലാവധി പൂർത്തിയാക്കാൻ രാഷ്ട്രീയ എതിരാളി റനിൽ വിക്രമസിംഗയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ പാർട്ടി നിർബന്ധിതരായി. നിയമമനുസരിച്ച് 2025 ഓഗസ്റ്റിനുള്ളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. അതിനു മുൻപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്.